എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ബാറ്ററി കണക്ട് ചെയ്യാമെന്നും UPSലേക്ക് ലോഡ് ചെയ്യാമെന്നും ബാറ്ററി മോഡിൽ ടെസ്റ്റ് ചെയ്യാമെന്നും നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് 1. വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് ബാറ്ററി സ്റ്റാക്കിന്റെ മൊത്തം വോൾട്ടേജ് അളക്കുക. 2. UPS ബന്ധിപ്പിച്ച് ബാറ്ററി ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയവയെല്ലാം ചെയ്യാൻ സാധിക്കും. ഇത് പ്രായോഗികമാക്കാൻ ആവശ്യമായ ടൂളുകളും എക്വിപ്മെന്റുകളും നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് 1 സെറ്റ്, സേഫ്റ്റി ഗ്ലവ്സ് 1 സെറ്റ്, വോൾട്ട് മീറ്റർ 0 to 500 വോൾട്ട്സ് 2 നമ്പേഴ്സ്, പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ 1 നമ്പർ, ബാറ്ററി സ്റ്റാക്കുള്ള 5 കിലോ വോൾട്ട് ആംപിയറിന്റെ UPS 1 സെറ്റ്, ഡബിൾ എൻഡഡ് സ്പാനർ 10 മില്ലിമീറ്റർ 2 നമ്പേഴ്സ്, ഹോൾഡറോട് കൂടിയ 100 വാട്ട് ബൈ 230 വോൾട്ട് ടെസ്റ്റ് ലാമ്പ് ആവശ്യാനുസരണം. പ്രൊസീജിയർ: ടാസ്ക് 1. വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് ബാറ്ററി സ്റ്റാക്കിന്റെ ടോട്ടൽ വോൾട്ടേജ് അളക്കുക. സുരക്ഷാ മുൻകരുതലുകൾ: ഇലക്ട്രിക് ഹസാർഡ്സ്. ഒരേ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ ഷോർട്ട് സർക്യൂട്ട് ആകുന്ന തരത്തിൽ സ്ക്രൂ ഡ്രൈവർ, സ്പാനർ പോലുള്ള മെറ്റൽ ടൂളുകൾ വയ്ക്കരുത്. ബാറ്ററി കേബിളുകൾ ബന്ധിപ്പിക്കുമ്പോൾ സ്പാർക്കിംഗ് സംഭവിക്കാം. ഇത് ചർമ്മത്തിന് ഗുരുതരമായി പൊള്ളലേറ്റേക്കാം. സ്റ്റെപ്പ് 1. UPS ഓഫാക്കിയിട്ടുണ്ടെന്നും പവർ സോഴ്സിൽ നിന്നും അൺപ്ലഗ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. സ്റ്റെപ്പ് 2. UPSൽ നിന്ന് ബാറ്ററി സ്റ്റാക്ക് വിച്ഛേദിച്ച് ബാറ്ററിയിൽ നിന്ന് കേബിൾ നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 3. ബാറ്ററി സ്റ്റാക്ക് UPSുമായി ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വിച്ഛേദിക്കുക. സാധാരണഗതിയിൽ ഈ കേബിളുകൾ ബാറ്ററിയിലെ ടെർമിനലുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അവ നട്ടുകളോ ബോൾട്ടുകളോ ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിരിക്കാം. ഈ കണക്ഷനുകൾ അഴിക്കാനും നീക്കം ചെയ്യാനും സ്പാനറുകൾ ഉപയോഗിക്കുക. സ്റ്റെപ്പ് 4. 1 മുതൽ N വരെയുള്ള ലേബലുകൾ സീരിയലായി തയ്യാറാക്കി ഓരോ ബാറ്ററിയിലും ഒട്ടിക്കുക. സ്റ്റെപ്പ് 5. ബാറ്ററി സ്റ്റാക്കിന് എക്രോസ് ആയി DC വോൾട്ട് മീറ്റർ 300 വോൾട്ട് ബന്ധിപ്പിക്കുക. വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ലീഡ് ബാറ്ററി സ്റ്റാക്കിന്റെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. തുടർന്ന് വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ലീഡ് ബാറ്ററി സ്റ്റാക്കിന്റെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. വോൾട്ട് മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. ബാറ്ററി സ്റ്റാക്കിന് എക്രോസ് ആയുള്ള വോൾട്ടേജ്. സ്റ്റെപ്പ് 6. ബാറ്ററി സ്റ്റാക്കിന്റെ ആദ്യ ലേബൽ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 7. DC വോൾട്ടേജ് അളക്കുന്നതിനായുള്ള മൾട്ടിമീറ്റർ സജ്ജമാക്കുക. ഇനി ഓരോ ബാറ്ററിയുടെയും വോൾട്ടേജ് ചെക്ക് ചെയ്യുക. മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ ബാറ്ററി ടെർമിനലിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും മൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 8. ബാറ്ററിയുടെ വോൾട്ടേജ് അളക്കുകയും നിരീക്ഷിച്ച വോൾട്ടേജ് രേഖപ്പെടുത്തുകയും ചെയ്യുക. സ്റ്റാക്കിലേക്ക് ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ബാറ്ററികളുടെയും വോൾട്ടേജുകൾ അളക്കുക. സീരിയൽ നമ്പർ 1, ലേബിൾ നമ്പർ, ബാറ്ററി 1, മെഷേർഡ് വോൾട്ടേജ്, റിമാർക്സ്. നമ്പർ 2, ബാറ്ററി 2. നമ്പർ 3, battery 3. Number 4, battery 4. Number 5, battery 5. N, battery N. Total voltage of stack. Step 9. ടാബുലേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ ബാറ്ററി വോൾട്ടേജും ചേർത്ത് ബാറ്ററി സ്റ്റാക്കിന്റെ മൊത്തം വോൾട്ടേജുകൾ കണക്കാക്കുക. വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് അളക്കുമ്പോൾ കണക്കാക്കിയ വോൾട്ടേജും ടാബുലേഷനിലൂടെ ലഭിച്ച ബാറ്ററി സ്റ്റാക്കിന്റെ വോൾട്ടേജും തുല്യമാണെന്ന് ഉറപ്പാക്കുക. എല്ലാ ബാറ്ററികളും സീരീസായി ബന്ധിപ്പിക്കണം. ടാസ്ക് 2. UPS കണക്ഷനും ബാറ്ററിയുടെ ലോഡ് ടെസ്റ്റിംഗും. സുരക്ഷാ മുൻകരുതൽ: ബാറ്ററി UPSുമായി ബന്ധിപ്പിക്കുന്നതിന് മുൻപ് ബാറ്ററിയിലെ ഇലക്ട്രോഡ് ടെർമിനലുകൾ, ചിഹ്നം അല്ലെങ്കിൽ കളർ കോഡുകൾ എന്നിവ പരിശോധിക്കുക. 2. UPS സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയിലാണെന്ന് ഉറപ്പാക്കുക. 3. കൃത്യമായ പൊളാരിറ്റിയിൽ ലീഡുകൾ കണക്ട് ചെയ്ത് ടൈറ്റാക്കുക. സ്റ്റെപ്പ് 1. ബാറ്ററി വോൾട്ടേജ് പരിശോധിക്കുക. 12 വോൾട്ട് ബാറ്ററിക്ക് മിനിമം വേണ്ടത് വോൾട്ടേജ് 9.5 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെ. DC വോൾട്ടേജ് മെഷർമെന്റിന് മൾട്ടിമീറ്റർ സീരീസായി കണക്ട് ചെയ്യണം. മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലുകൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. മൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 2. UPSന്റെ ഔട്ട്പുട്ട് ടെർമിനലുകളിലേക്ക് ലാമ്പ് ലോഡ് ടെർമിനലുകൾ ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 3. UPS ഓണാക്കുക. UPS ഇൻപുട്ട് മെയിനുമായി ബന്ധിപ്പിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുക.
സ്റ്റെപ്പ് 4 വേരിയബിൾ ലാമ്പ് ലോഡിലെ 100 വാട്ട് ലാമ്പ് ഓൺ ആക്കുക. സ്റ്റോപ്പ് വാച്ച് ആരംഭിക്കുക. ടാബുലേഷനിൽ റീഡിംഗുകൾ രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് 5 മൾട്ടിമീറ്റർ നിരീക്ഷിക്കുന്നത് തുടരുക. മൾട്ടിമീറ്ററിന്റെ ഡിസ്പ്ലേയിൽ ബാറ്ററിയുടെ വോൾട്ടേജ് കുറയുന്നത് നിങ്ങൾ കാണുകയും UPSലെ ലൈറ്റ് ഇൻഡിക്കേറ്റർ ബീപ്പ് ശബ്ദത്തോടെ പ്രകാശിക്കുമ്പോൾ സ്റ്റോപ്പ് വാച്ച് നിർത്തുക. ഇത് ബാറ്ററി കുറവാണെന്ന് സൂചിപ്പിക്കുന്നു. സീരിയൽ നമ്പർ 1 ഇൻവെർട്ടർ സ്റ്റേറ്റസ് ഓൺ. ബാറ്ററി വോൾട്ടേജ് 12 വോൾട്ട്. കണക്റ്റഡ് ലോഡ് 100 വാട്ട്സ്. സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ടൈമിംഗ്സ്. സ്റ്റോപ്പ് വാച്ച് എൻഡ് ടൈമിംഗ്സ്. സ്റ്റെപ്പ് 6 റീഡിംഗ് രേഖപ്പെടുത്തിയ ശേഷം ബാറ്ററി ചാർജർ യൂണിറ്റ് ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യുക. സ്റ്റെപ്പ് 7 ബാറ്ററി ചാർജ് ചെയ്തതിനു ശേഷം മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അതിന്റെ വോൾട്ടേജ് അളക്കുകയും വേരിയബിൾ ലാമ്പ് ലോഡിൽ നിന്ന് 200 വാട്ട് വരെ ലോഡ് വർദ്ധിപ്പിക്കുകയും സ്റ്റോപ്പ് വാച്ച് ആരംഭിക്കുകയും മൾട്ടിമീറ്റർ ഡിസ്പ്ലേ നിരീക്ഷിക്കുകയും ചെയ്യുക. ബാറ്ററി വോൾട്ടേജ് ഉള്ളപ്പോൾ സ്റ്റോപ്പ് വാച്ച് നിർത്തുക. UPSൽ ലാമ്പ് ഒരു ബീപ്പ് ശബ്ദത്തോടെ തിളങ്ങുന്നു. ഇത് ബാറ്ററി കുറവാണെന്ന് സൂചിപ്പിക്കുന്നു. സീരിയൽ നമ്പർ 1 ഇൻവെർട്ടർ സ്റ്റേറ്റസ് ഓൺ. ബാറ്ററി വോൾട്ടേജ് 12 വോൾട്ട്. കണക്റ്റഡ് ലോഡ് 200 വാട്ട്സ്. സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ടൈമിംഗ്സ്. സ്റ്റോപ്പ് വാച്ച് എൻഡ് ടൈമിംഗ്സ്. സ്റ്റെപ്പ് 7 UPS സ്വിച്ച് ഓഫ് ചെയ്യുക. UPSലെ ലോഡ് കൂടുന്നതനുസരിച്ച് ബാറ്ററിയുടെ ബാക്ക് ടൈം കുറയുന്നത് ടാബുലേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ലോഡ് കൂടുന്നതനുസരിച്ച് റൺ ടൈം കുറയുന്നു. കാരണം ഉയർന്ന പവർ ഡിമാൻഡ് നിറവേറ്റുന്നതിനായി ബാറ്ററി വേഗത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. റീക്യാപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് 1. വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് ബാറ്ററി സ്റ്റാക്കിന്റെ മൊത്തം വോൾട്ടേജ് അളക്കുക. 2. UPS ബന്ധിപ്പിച്ച് ബാറ്ററി ലോഡ് ടെസ്റ്റ് ചെയ്യുക എന്നതെല്ലാമാണ്. വീഡിയോ കണ്ടതിന് നന്ദി.